ഒരു സംശയം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ഒരു മടി കാണിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ വല്ല സൗത്തിലോ വല്ലയിടത്തും തരാമോ? അത് അതിനെന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത്? പറഞ്ഞ ലിബറൽ ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പല ആൾക്കാർക്കും പേരിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ മലയാളികൾക്ക് യൂണിവേഴ്സിറ്റികളുടെ 1260 മുകളിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോഴും പുതിയ യൂണിവേഴ്സിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർക്കും പലതിൻ്റെ പേരറിയത്തില്ല. എല്ലാവർക്കും MGU, KTU, പിന്നെ കേരള യൂണിവേഴ്സിറ്റി, അണ്ണാമലൈ, അണ്ണാ യൂണിവേഴ്സിറ്റി, ഭാരതിയാർ, അതൊക്കെ മാത്രമേ അറിയത്തുള്ളൂ. അതിനേക്കാളും നല്ല യൂണിവേഴ്സിറ്റീസ് നോർത്ത് ഇന്ത്യയിലുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റി 350 ഏക്കറിന് മുകളിലുണ്ട് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് തന്നെ. മെഡിക്കൽ കോളേജ്, യുനാനി മെഡിക്കൽ കോളേജ്, ആയുർവേദിക് സ്കൂൾസ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞങ്ങൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് ഇതിനകത്തെ ഏറ്റവും സിംപ്ലസ്റ്റ് ഉത്തരം, ഫേക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനെ ബിസിനസ് ആയിട്ട് കാണുന്ന ഒരാളായിക്കോട്ടെ, 13 വർഷം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മളിവിടെ എല്ലാ മലയാളികൾക്കും അറിയാം, കൂണ് പോലെ കേരളത്തിൽ 8 കമ്പനികൾ മുളച്ചു വരുന്നുണ്ട്. 6ാമത്തെ മാസം പൂട്ടിയും പോകുന്നുണ്ട്. കാരണം സസ്റ്റൈനബിൾ ബിസിനസ് ചെയ്യാൻ അവന് പറ്റത്തില്ല. ഫേക്ക് ചെയ്യുന്നവൻ പൂട്ടിപ്പോകും. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. ഒരു പറ്റീര് നടന്ന് അടുത്ത ദിവസം അത് വെളി വരും. വന്നാൽ അവൻ്റെ സസ്റ്റൈനബിലിറ്റി പോയി. അപ്പോൾ കഴിഞ്ഞ 13 വർഷമായിട്ടുള്ളൊരു ജേർണി ഉണ്ട് എഡ്യൂവിങ്ങിനെ പറയാൻ. നിങ്ങൾ ഫേക്കോ ഫോർജറിയോ അൺ എത്തിക്കൽ വേയിലായിരുന്നു നിങ്ങൾ ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാർഷൽ ഭായ് പറഞ്ഞു ഞങ്ങൾ ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് മാത്രമല്ല കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 13 years ഓഫ് ലെഗസി പറയാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യില്ല. സസ്റ്റൈനബിൾ ബിസിനസ് ചെയ്യുന്നത് സർവീസ് ഓറിയൻറ്റഡ് ആകുമ്പോഴാണ്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ മണി ഓറിയൻറ്റഡ് ആയാൽ സസ്റ്റൈനബിൾ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതിനെ ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ സ്വപ്നത്തിനോടൊപ്പം അല്ലെ ഒരാളുടെ കരിയറിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ മെനക്കെട്ട് നിൽക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഒരു സ്റ്റാഫിനെ വെച്ചാൽ മതി. കാരണം നിങ്ങൾ മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എന്തിനും ഇങ്ങോട്ട് വരണം? നിങ്ങളുടെ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച അവിടെ എന്തിനു കളയണം? അപ്പോൾ ഇത് റിയലൈസ് ചെയ്യേണ്ടത് മാതാപിതാക്കളും കുട്ടികളും ഇതിനകത്ത് അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ഒരു സാധനം. നിങ്ങളുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഡിഗ്രി പൂർണ്ണമാക്കിയിട്ടില്ലെങ്കിൽ, ഡിപ്ലോമ പരിപൂർണ്ണമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഏതൊരു കോഴ്സും നിങ്ങൾ പാതി വഴിയിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ കരിയർ വന്ന് നിങ്ങൾ പോയി, നിങ്ങൾക്ക് ലൈഫിൽ ഒരു മാരേജ് പ്രശ്നമാവാം, നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നിടത്തൊരു ജോബ് ഓറിയൻറ്റഡ് ആകാം, നിങ്ങൾ കാനഡ, UK എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കംപ്ലീഷൻ ചെയ്യണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കം ടു എഡ്യൂവിങ്. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇവർ ചെയ്യുന്നത്, ഞാനും മെജോയും ട്രാവൽ ചെയ്ത് ഇത് വന്ന് കണ്ടിട്ടുള്ള അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഒന്നും മറയില്ല, ഒന്നും മറയ്ക്കാനുമില്ല.